ഒട്ടുംപുറം ബീച്ചിൽ രാവിലെ നല്ല മീൻപിടുത്തങ്ങൾ നടക്കുന്നത്. ഫുള്ള് വലം. ഒരു 10-20 പേരുണ്ടാവും. നല്ല ചെറുതായിട്ടൊക്കെ കിട്ടുന്നുണ്ട്. വലിയ കിട്ടലൊന്നുമില്ലെങ്കിൽ ചെറുതായിട്ട് കിട്ടുന്നുണ്ട്. എന്തായാലും പൊളിച്ചെടുക്കുന്നുണ്ട്. സെറ്റാണ്. അടിപൊളിയായിട്ട് നമുക്ക് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ സ്വാഗതം. പിടിച്ചാണി ജസ്റ്റ് ഒരു ചുള്ളിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മഞ്ഞളാട്ടോ അത്? അല്ല അല്ല, സാധല്ലേ. ഓക്കെ, സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് ഏട്ടാ, പൊളിച്ച ഏട്ടാ. അങ്ങനെ നമ്മളെ മറ്റൊരു വലയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മളൊക്കെ കിട്ടിയിട്ടുള്ളത് ഏരിയാണ്. ഏരിക്കുട്ടി. ഈ സാധനം നല്ല വലുതാവട്ടോ, നല്ല വലിയ മീനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറുതിനാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റുള്ളൊരു മീനാട്ടോ. കേട്ടോ, കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. അടിപൊളി സെറ്റ് മീനാണ്. പ്രാച്ചി ഉണ്ട്. പ്രാച്ചി ഐറ്റംസ് സാധനങ്ങൾ കുറച്ച്. അപ്പോഴേക്കും നമ്മളെ കാക്കാക്ക് വേറൊരു മീനെ കിട്ടിയിട്ടുണ്ട്. അതും സംഭവം ഈ പ്രാച്ചി ഏതാ ഏരി എന്നൊക്കെ പറഞ്ഞ സാധനത്തിന് കേട്ടാ. നല്ലൊരു മീനാണ്. നല്ല കാണാൻ നല്ല വൃത്തിയുള്ളൊരു മീനാണ്. നമ്മളെ നാട്ടിൽ മലപ്പുറത്ത് പറഞ്ഞ വൃത്തി എന്നാണ്. വൃത്തി നമ്മൾ പറഞ്ഞു കേട്ടോ. അങ്ങനെ തുടർച്ചയായിട്ട് 2 പ്രാച്ചിക്കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി മീനാട്ടോ. കഴിച്ചവരുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ഇവിടെ തന്നെ നമ്മളെ കമൻറ്റ് ബോക്സ് തന്നെ പറയും അത് നല്ല സൂപ്പറാണെന്ന്. ഉറപ്പാ. മക്കളെ വീണ്ടും നമ്മളെ കാക്കാക്ക് പ്രാച്ചി തന്നെ. വാ, എന്തായാലും സംഗതി കൊള്ളാം. അടുപ്പിച്ച് ഓരോ പ്രാച്ചി കിട്ടിയത് ഉഷാറായി. സംഭവം ഉഷാറിട്ടാ. അങ്ങനെ വീണ്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. എടുത്താളി പോയി. എന്തായാലും കാക്ക 4ാമത്തെ വല ഒന്ന് ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു തേങ്ങ മുന്നിൽ നിന്ന് കളിക്കുന്നത്. എന്തായാലും തേങ്ങ എടുത്തിട്ട് തന്നെ വേറെ കാര്യമുള്ളൂ. ബാക്കിലടാ. അങ്ങനെ മൂപ്പരുടെ 4ാമത്തെ വല നിരാശപ്പെടുത്തി എന്നാണ് വിചാരിച്ചത്. പക്ഷെ കിട്ടിട്ടോ. 4ാമത്തെ വലയിൽ നമുക്കൊരു അടിപൊളി ഒരു സാധനത്തിന് കിട്ടി. സംഭവം പ്രാച്ചിയല്ല, മറ്റെന്തോ ഒരു മീനാണ്. എന്തോ ഒരു മീനാണ്, നോക്കട്ടെ അത് എന്താണെന്നൊരു ഐഡിയ ഇല്ല. നോക്കട്ടെ കേട്ടോ. മക്കളെ, അതൊരു ചെറിയ ഒരു പാരക്കുട്ടി. പാര എന്ന് പറയും നമ്മൾ. യഥാർത്ഥത്തിൽ പാര. ആ പാര തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ഒരു വലവീശക്കാരല്ല കേട്ടോ, ഒരുപാട് പേരുണ്ട്. ഏകദേശം 10-20 പേരുണ്ട് നിന്ന് വീശാണ്. ഇങ്ങനെ നിന്ന് വീശുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ കുടുങ്ങുള്ളൂ. അപ്പോൾ ഇവിടെ വീശാനും സുഖമാണ്, നല്ല സുഖമാണ്. കാരണം ഇവിടെ ചണ്ടി ഉണ്ടാവില്ല, പൂഴിയല്ലേ, ചളി ഉണ്ടാവില്ല, കല്ലും അങ്ങനെ ഉണ്ടാവില്ല. അപ്പോൾ നിന്ന് ഒരു ഭാഗത്ത് തന്നെ തിരങ്ങനെ അടിക്കുമ്പോൾ അതായത് നമ്മളെ തിരമാല അങ്ങനെ കയറി വരുമ്പോൾ അതുപോലെ വീശി കൊടുക്കണം. അപ്പോൾ ഈ തിരമാലകളിൽ കിടന്ന് കളിക്കണ മീനുകളാണ് നമുക്ക് ലക്ഷ്യം വെക്കുന്നത്. പിന്നെ ഈ മീൻ പുഴമീനായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതാ കണ്ടില്ലേ, ഒരു കാക്കാക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് നോക്കട്ടെ. അത് ചുള്ളി കേട്ടോ, അതൊരു ചുള്ളിയാണ്, ഏട്ടച്ചുള്ളിയാണ്. നല്ല ടേസ്റ്റുള്ള മീനാണ്. നല്ല ടേസ്റ്റുള്ള മീൻ വെച്ചാൽ അതൊക്കെ കറി വെച്ചാണ്ടല്ലോ, മുളക് അടിച്ച് വെച്ചാണ്ടല്ലോ മക്കളെ കൂട്ടി സെറ്റാവും. വാ, കണ്ടില്ല സാധനം. പിന്നെ ഇത് നമ്മുടെ കടലിൽ ഈ മീനിൻ്റെ പേരെനിക്കറിയില്ല. നല്ല മീനാണ്, കുഴപ്പമില്ലാത്ത. തിണ്ട എന്നൊക്കെ നമ്മൾ പറയല. എനിക്ക് തിണ്ടാണോ എന്ന് സംശയമുണ്ട്. തിണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. നല്ലൊരു മീനാണ് എന്നൊരു സംശയമുണ്ട്. പിന്നെ അതാ നമ്മുടെ ചുള്ളി കണ്ടോളി. ചുള്ളിയല്ല, ഇത് മാലാനാണ്. അർത്ഥത്തിൽ മാലാൻ. അവർക്കൊന്ന് അടിപൊളി ടെങ്സ് കിട്ടിട്ടോ. ഓക്കെ, ചെറിയ കണ്ണിയാണല്ലേ വല.
എന്തായാലും ഇവിടെ ഒരാൾക്ക് കിട്ടിക്കണട്ടോ നമ്മളെ പ്രാച്ചി എന്ന് പറഞ്ഞ മീൻ. നല്ല മീനാട്ടോ, നമ്മൾ വെറുതെ നല്ല വൃത്തിയുള്ള മീനാണ്. ഇതാണ് പൊയ്ത്തി കുട്ടിയാണ്, കുറച്ച് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള മീനാണ്. എന്തായാലും എല്ലാ വലക്കാരും ഇന്ന് വീശാനെ കണ്ടില്ല ഞങ്ങൾ വലക്കാരെ എണ്ണം ഇത്ര തോന്നുന്നുണ്ട്. ഇത് അവർക്ക് ഒരാൾക്ക് കിട്ടിയ മീനാട്ടെ കാണിക്കുന്നത്. അതിൽ മാലാനുണ്ട്, തിരുതുണ്ട്, പൊയ്ത്തിണ്ട്, നമ്മളെ തിണ്ടുണ്ട്, അങ്ങനത്തെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ട്. തിരുതന്റെ ആള് ചിലപ്പോ 6 വരെ നോക്കിയാൽ പുറത്തേക്ക് കിട്ടില്ല. ഈ കാണൊരു വിണ്ട് കയറി കിടക്കില്ലേ, ഇത് വലിയൊരു അപകടമാണ്. കാരണം തിരമാല കയറി വരുമ്പോൾ അടിഭാഗത്തുനിന്ന് മണ്ണ് പോയിട്ട് നമ്മളെ ഭിത്തി ഇടിഞ്ഞിടിഞ്ഞ് പോകുന്നത്. ചിലപ്പോൾ അത് നമ്മൾ കാണാത്ത സമയത്ത് ചിലപ്പോൾ തിരമാല വരുമ്പോൾ നമ്മളതിൻ്റെ വക്കത്തുണ്ടെങ്കിൽ ഇടിഞ്ഞ് നമ്മൾ വെള്ളത്തിലോട്ട് വീഴാൻ സാധ്യതയുണ്ട്. ചെറിയ കുട്ടികളാണെങ്കിലാണ് ഇത് അപകടം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ഇങ്ങനത്തെ ഒരു സംഭവമാണ്. കുട്ടികളൊന്നും അടുത്തേക്ക് കൊണ്ടുപോകരുതേ. ഈ കുയ്യിൻ്റെ ഉള്ളിൽ ഒരു നെണ്ട് പോയി പിടിച്ചോക്കാം കിട്ടുമെന്ന് തുറന്നോക്കാം. കുറച്ച് വലുപ്പമുള്ള നെണ്ടാണ്. കിട്ടിയാനോ കടിക്കോ അറിയില്ല. കുയിച്ചോക്കായി വമ്പ കുയ്യാനുള്ള കാണാല്ലടാ. പോയി കണ്ടില്ലേ, വാലട്ടപ്പ കിട്ടിയതാണ്. 10 രൂപേനെ മുതലുണ്ട്. ചെമ്പാണ്. ഇനി ആരും കൊണ്ടുപോയിട്ട് ഇത് പൊയിലിടണ്ട. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്കാണ് ഇതിന്റെ ദുൽമ്. അപ്പൊ ഗൈസ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് കരുതാണ്. കാരണം ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും, മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ആയിട്ട്. കാരണം നല്ല മഴ അല്ലേ, നല്ല മഴയാണ്. പുഴ നിറഞ്ഞു കിടക്കുകയാണ്. കടലും നല്ല സെറ്റപ്പിലാണ്. മീൻകാരൊക്കെ പോയിട്ടുണ്ട്, വലക്കാരൊക്കെ ഇന്നലെയൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്തായാലും അപകടങ്ങളും മറ്റൊന്നും ഇല്ലാതിരിക്കാൻ ദുആ ചെയ്യുക. അപ്പോൾ ഹാപ്പി. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.